ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് പുതിയൊരു ഇൻട്രോയിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, കച്ചയൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ വന്നിങ്ങനെ ഇരിക്കുന്നത് ഒരു കാര്യം നമ്മളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വീക്കിലി ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ, സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ മുന്നേ കുറച്ചൊന്ന് ടാൻ അടിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് അങ്ങനത്തതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതിൽ എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഓയിലിനെ കുറിച്ചിട്ടാണ് കേട്ടോ നാളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഓയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പം ആ ഓയിലാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു. ഇരിക്കുന്നത് കേട്ടോ ഈ ഓയിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒക്കെ കാണാം. അപ്പം നമുക്കിത് അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 2-3 സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അങ്ങാടിക്കടയിലാണ് പോകുന്നത്. എൻ്റെ സ്ഥിരം ഞാൻ മിക്കപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ അങ്ങാടിക്കട എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് വാങ്ങുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് ഇരട്ടി മധുരത്തിൻ്റെ പൊടി കേട്ടോ. ഇത് ഞാൻ എപ്പോഴും പോയാലും ഞാൻ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അവിടെ ഇങ്ങനത്തെ ഒരുപാട് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബീട്രൂട്ട് പൊടി, കുറച്ച് ബീറ്റ് പൗഡർ, മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറേ കാര്യങ്ങളും അവിടെ എല്ലാം ഉണ്ട്. അവിടെ ഞാൻ കണ്ടതാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ ഉറുമ്പട അതേപോലെ തന്നെ ഞാൻ അടച്ച് വെച്ചിട്ട് മിണ്ടാണ്ടങ്ങ് നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം വാങ്ങിയിട്ട് പോവാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓയിൽ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ആ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റ് വേണം. അതുപോലെ തന്നെ നമുക്കിത് എല്ലാവർക്കും അറിയാമായിരിക്കും, കോലരക്കാണ് കേട്ടോ. കോലരക്കാണ് ഇത്. എൻ്റെ രീതിക്ക് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഓയിലാണ് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ ഇത് ഇരട്ടി മധുരത്തിൻ്റെ കട്ടയാണ്. ഇത് ഇരട്ടി മധുരത്തിൻ്റെ സ്റ്റിക്കാണ്. ഞാൻ ചതച്ചൊക്കെയാണ് കേട്ടോ ഇതെല്ലാം ഇടുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് വേണ്ടത് മഞ്ചിഷ്ടയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യം ഫസ്റ്റിലത്തെ ആ ഓയിലിൻ്റെ ഫസ്റ്റിലത്തെ പ്രോസസ്സിൽ നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ഓയിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. ഞാൻ ആദ്യം പാത്രം വെച്ച് നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ശുദ്ധമായിട്ടുള്ള ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ. ഞാൻ ഇവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് വേണം ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ബാക്കിയുള്ള ഞാൻ ആ മഞ്ചിഷ്ടയും ഇരട്ടി മധുരവും ഒക്കെ ഞാൻ ചതച്ചാണ് ഇതേപോലെ ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ ഒരു താല്പര്യത്തിന് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ചതച്ചെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ചെറിയ തീയിൽ വെച്ചാണ് എപ്പോഴും ചൂടാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും ചൂട് കൂട്ടി വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യമേ ചൂട് വെക്കുമ്പോഴത്തേക്ക് ചെറിയ തീ വേണം എപ്പോഴും വെക്കാൻ കേട്ടോ. സിമ്മിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓയിൽ ഒന്ന് എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അനിയത്തിൻ്റെ മക്കൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരോട് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിട്ടൊക്കെ ഇരുന്നുണ്ട്, കളറൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അവരോട് ഒരു 10-15-20 മിനിറ്റ് വേണം നമ്മുടെ ഓയിലൊന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് കുറച്ച് നേരം കളിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഓയിൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. തണുത്ത് ഞാൻ കുറച്ചൊന്ന് കോരി നമുക്കിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കോരി മാറ്റുന്നുണ്ട്. ഇതായിട്ടോ ഈ ഓയിലിൻ്റെ കളർ എല്ലാത്തിൻ്റെ എക്സ്ട്രായിട്ട് ഇറങ്ങി വന്നിട്ട് നല്ല കളറാണ് കേട്ടോ. അപ്പം ഇതിൽ അടുത്തിടാൻ വേണ്ടിയിട്ടുള്ളത് നെക്സ്റ്റ് പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ബദാം ഓയിലും ഇവിയോണും ആണ് കേട്ടോ. ഞാനൊരു ചെറിയ പോർഷനാണ്, നമുക്ക് ചെറിയ പോർഷൻ എടുത്തതുകൊണ്ട് അത്രയുമാണ് ഇടുന്നത്. ബദാം ഓയിൽ ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിയോണും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾ ഓയിൽ ഉണ്ടാക്കുന്നത് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഓയിൽ നമുക്ക് ദേഹത്തും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാം കേട്ടോ. ഞാനിതൊന്ന് ദേഹത്ത് മസാജ് ചെയ്യട്ടെ. കണ്ടോ, ഒരു യെല്ലോയിഷ് കളറാട്ടോ കിട്ടുന്നത്. നമുക്കതിന് വേറെ വീഡിയോയിൽ വ്ളോഗിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ കേട്ടോ ചെയ്യുന്നത്. ഫുൾ ബോഡിയിൽ എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഫുൾ ബോഡിയും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാൻ നന്നായിട്ട് ഫേസ് ആണെങ്കിലും ബോഡി ആണെങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഫുൾ അത് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വിട്ട് കൊടുക്കും. ഫുൾ ബോഡിയിൽ ഞാൻ എപ്പോഴും ഇടാറുണ്ട്. അത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ നല്ലതാണ് കേട്ടോ നമ്മുടെ ബോഡിക്ക്. അപ്പം ഞാൻ എൻ്റെ വീക്കിലി ഒരു 2 തവണയെങ്കിലും ഞാനിത് മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ക്രബും ചെയ്യണം. ഇതെൻ്റെ ഒരു ഫേസ് പാക്കാണ്. ഇതിന് വീഡിയോ ഞാൻ അടുത്തിടാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഫേസ് പാക്കും കൂടി ഇടുന്നുണ്ട്. ഇത് ഞാൻ വീഡിയോ അടുത്ത് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണ്. നമ്മളെ ടാനൊക്കെ റിമൂവ് ആക്കി വേണ്ടി ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കി തരും നമുക്ക്. അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ഏകദേശം പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഫേസ് പാക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫേസ് പാക്കിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഭയങ്കര റിസൾട്ടാണ് കിട്ടുന്നത് ഈ ഒരു ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്ക്. നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഞാനിത് വെറുതെ കുളിച്ച് നനച്ച് ഒറ്റയടിക്ക് റിസൾട്ട് കിട്ടിയെന്ന് കാണിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്ക് അതാണ് കുറച്ചുകൂടെ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാനിതൊന്ന് കുളിക്കാൻ വേണ്ടി പോട്ടെ. ഏകദേശം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് എന്തായാലും പറയുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ വേറെ വീഡിയോ വേണ്ടി കാണാം. ബൈ, ലവ് യു.